ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 145/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നവംബറിൽ നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമ്മൾ 2025 PSC നടത്തിയിട്ടുള്ള എക്സാമുകളുടെ മലയാളം ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നവംബർ വരെയുള്ള ഒക്ടോബർ വരെയുള്ള നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് നവംബർ ഡിസംബർ കൂടെ നോക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര്? ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലകാണ് കേട്ടോ. നിലവിലും ഇദ്ദേഹം തന്നെയാണ്. നെക്സ്റ്റ്, ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ആൻസർ ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്താണ് ഓഗസ്റ്റ് 29ന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ഇതിഹാസ ഹോക്കി താരമായ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനാണ് കേട്ടോ ഓഗസ്റ്റ് 29. നെക്സ്റ്റ്, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഏതാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, അപ്പൊ ആരാണ് ഇത് രചിച്ചിട്ടുള്ളത്? CV രാമൻപിള്ളയാണ് കേട്ടോ. CV രാമൻപിള്ള എഴുതിയിട്ടുള്ള നോവലാണ് മാർത്താണ്ഡവർമ്മ. അപ്പൊ സിനിമയാക്കിയ ആദ്യ മലയാള നോവല് മാർത്താണ്ഡവർമ്മ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ഇവിടെ വിവിധ കലാരൂപങ്ങളും അതുപോലെ പിന്നെന്താണ് കൃതികളൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ഉപജ്ഞാതാക്കളും എഴുത്തുകാരെയൊക്കെ തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ. ഓക്കെ ഓക്കെ എന്താണ് കഥകളി? കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കോട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി എന്ന കൃതി എഴുതിയിട്ടുള്ളത് കുമാരനാശാനാണ്. കൃഷ്ണഗാഥ രചിച്ചതാരാണ്? ചെറുശ്ശേരി. ഓക്കെ, നെക്സ്റ്റ്, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലേ. ഇവിടെ സജി ചെറിയാനാണ് വരുന്നത് കേട്ടോ. സജി ചെറിയാൻ. അപ്പൊ ഇപ്പോ ആരാണ്? നിലവിൽ നമുക്കറിയാം ആരാണ്? PC വിഷ്ണുനാഥ് ആണ് കേട്ടോ. PC വിഷ്ണുനാഥ് ആണ് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ആരാണ്? PC വിഷ്ണുനാഥ് ആണ് കേട്ടോ. ഓക്കെ, ടൂറിസം വകുപ്പിന്റെ ചുമതല ഇദ്ദേഹം തന്നെയാണ് വഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? ഓപ്ഷൻ ബി ആലപ്പുഴക്കാരാണ് കേട്ടോ. ആലപ്പുഴ. നെക്സ്റ്റ്, ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഏതാണ്? ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡാണ് കേട്ടോ. ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. നെക്സ്റ്റ്, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 കേട്ടോ ചോദിക്കുന്നത്. ഓക്കെ, ആരാണ്? ഓപ്ഷൻ ബി മോഹൻലാൽ ആണ്. മോഹൻലാൽ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ മോഹൻലാൽ. നെക്സ്റ്റ്, കേരള സംസ്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാര്? ആരാണ്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് അല്ലെ. നെക്സ്റ്റ്, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യാട്ടോ. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ താജിക്കിസ്ഥാൻ ആണ് കേട്ടോ. താജിക്കിസ്ഥാൻ. മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ ഒക്കെ എന്താണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയാണ്? 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. നെക്സ്റ്റ്, ഉത്തര പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം കേട്ടോ. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഷിബ്കില ചുരം കേട്ടോ. ഷിബ്കില. നെക്സ്റ്റ്, കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കാരക്കോറം പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്.
ഓപ്ഷൻ സി ആണ്. അതായത് 1, 3 ശരി എന്നുള്ളതാണ്. 1, 3 ശരി. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ല. ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ആണ് എന്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ അത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ട്ടോ. മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ തെറ്റാകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇവിടെ ഓപ്ഷൻ സി 1, 3 ശരി തന്നെയാണ് വരുന്നത്. എന്ത്? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഈ രണ്ട് പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ശബരി, ഇന്ദ്രാവതി ഒക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളല്ല. ഏതാണ്? ഗോദാവരി നദിയുടെ പോഷക നദികളാണ് കേട്ടോ. അപ്പൊ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതാ? തുംഗഭദ്ര, ഭീമ, കൊയ്ന, ഘടപ്രഭ ഇവയൊക്കെ എന്താണ്? കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? പിന്നെ ശബരി, ഇന്ദ്രാവതി ഗോദാവരിയുടെ പോഷക നദികളാണ്. നെക്സ്റ്റ്, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതെന്ന്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? ഏതാണ്? സുന്ദർഗഡ്. നെക്സ്റ്റ്, ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം നമുക്കറിയാം കേരളം. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? റാവത്ത് ഭട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയിലാണ്. നെക്സ്റ്റ്, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്ര എന്നാണ്? ഓപ്ഷൻ എ 146 നദികളാണ്. എന്താണ് ക്വസ്റ്റ്യൻ? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിലെ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എന്താണ്? 146. നെക്സ്റ്റ്, ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ഏതാണ്? ഏതാണ്? സുലഭ് സമാചാർ ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് ഏത്? ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി പരുത്തിയാണ് കേട്ടോ. പരുത്തിയാണ് ഇവിടെ റാബി വിള അല്ലാത്തത്. പുകയില, കടുക്, ഗോതമ്പൊക്കെ റാബി വിളകളാണ്. ഓക്കെ, അപ്പൊ എന്താണ് റാബി വിളകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശീതകാലത്ത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വിതച്ച്, അതായത് വസന്തകാലമായ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുക്കുന്ന വിളകളാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ഗോതമ്പ്, കടുക്, പുകയില, ബാർലി, കടലൊക്കെ എന്താണ്? റാബി വിളകളാണ്. ഓക്കെ, അപ്പൊ എന്താ? പരുത്തി ഒരു ഖാരിഫ് വിളയാട്ടോ. പരുത്തി ഖാരിഫ് വിളയാണ്. നെക്സ്റ്റ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മ സമാജത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ബ്രഹ്മ സമാജത്തെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ഏതൊക്കെയാണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. ഈ 3 പ്രസ്താവനകളാണ് കേട്ടോ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം നാലാമത്തെ പ്രസ്താവന എന്താണ്? പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് തെറ്റല്ലേ? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി ബാധിച്ചു. ഈ 2 പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ. അതായത് 4 എന്നുള്ളായിരുന്നു. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നായിരുന്നു. ഇന്ന് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ഇവിടെ നാലാമത്തതിൽ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനോടൊപ്പം തിരുവിതാംകൂറും ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ പെടുന്നതാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റിലത്തെ കാശ്മീർ, തിരുവിതാംകൂർ, ജുനഗഡ് ഈ ഒരു ഓപ്ഷനും ശരിയായിട്ട് വരാവുന്നതാണ്. ഓക്കെ,
പിന്നീട് എന്താണ് സർ സി പി രാമസ്വാമി അയ്യർക്ക് നേരെണ്ടായ വധശ്രമത്തിനും മറ്റും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് തിരുവിതാംകൂർ മേയൂര് ലയനത്തിന് തയ്യാറായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് ഓപ്ഷനും എന്താണ് ശരിയായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ എന്നാൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം എന്നാണ്. ആരൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം, അതായത് CR ദാസും മോത്തിലാൽ നെഹ്റു. നെക്സ്റ്റ്, സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വർഷം നോട്ട് ചെയ്യട്ടെ, 1916 ആരായിരുന്നു? ഓപ്ഷൻ സി DK കാർവെയാണ്. നെക്സ്റ്റ്, സ്വതന്ത്ര സമര കാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷമാണ് കേട്ടോ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആണ്, 1878. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു എന്നാണ് കേട്ടോ. അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ എ 1951, 52. നെക്സ്റ്റ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റു അംഗങ്ങളും ആരെല്ലാമായിരുന്നു എന്നാണ്. ഇപ്പൊ ചെയർമാനും മറ്റു അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, അതായത് ഫസൽ അലി ആയിരുന്നു, പിന്നെ KM പണിക്കരും HN കുൻസ്രും. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ക്രമത്തിലാക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ക്രമം കേട്ടോ. ഓക്കെ, 1, 4, 3, 2 എന്നുള്ള ക്രമമാണ്. ആദ്യം കുണ്ടറ വിളംബരം, പിന്നെന്താണ് നാലാമത്തത് മലയാളി മെമ്മോറിയലും, പിന്നെ മാപ്പിള ലഹള, പിന്നെ വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഇതിന്റെ വർഷം കൂടെ ഒന്ന് നോക്കല്ലേ. കുണ്ടറ വിളംബരം നമുക്കറിയാം 1809 മലയാളി മെമ്മോറിയലോ 1891 മാപ്പിള ലഹള നമുക്കറിയാം എന്നാണ് 1921 വൈക്കം സത്യാഗ്രഹം 1924 കേട്ടോ. വർഷം പഠിക്കണേ. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഓക്കെ, ഇപ്പൊ സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ്, 1, 2, 4 എന്നാണ് കേട്ടോ. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. നാലാമത്തത് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഓക്കെ, എന്താണ് മൂന്നാമത്തെ പ്രസ്താവനയിൽ തെറ്റ്? ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു എന്നുള്ളതാണ് അല്ലെ. അത് തെറ്റാണ്. വിശാഖപട്ടണത്തല്ല, തിരുവനന്തപുരത്തുള്ള തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലാണ്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? ഓപ്ഷൻ സി ആണ്, 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്, 4 തെറ്റാണ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. പിന്നെ കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാട്ടോ. നെക്സ്റ്റ്, പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷൻ അധികാരമുണ്ട് എന്നുള്ളത് തെറ്റാണ്. കേസെടുക്കാനുള്ള അധികാരമില്ല അല്ലെ. നെക്സ്റ്റ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി 2002 86 ഭരണഘടനാ ഭേദഗതി. ഓക്കെ, ഇതനുസരിച്ച് നമുക്കറിയാം എന്താണ് നമ്മുടെ ആർട്ടിക്കിൾ 21A ഈ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഈ ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്?
ഓക്കെ, ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. എ ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. മൗലികാവശ്യങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അതുപോലെ പിന്നെന്താണ്, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റുള്ളത്? മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധമൊക്കെ വരുമ്പോൾ മാത്രമേ എന്താണ് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ 19ാം വകുപ്പ് റദ്ദാക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയുള്ള സായുധ കലാപമൊക്കെയാണ് ഇതിന് കാരണമെങ്കിൽ അങ്ങനെയുള്ള അത് കാരണമുള്ള അടിയന്തരാവസ്ഥയിൽ 19ാം വകുപ്പ് മരവിപ്പിക്കപ്പെടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പ്രസ്താവന തെറ്റായിട്ട് കൊടുത്തത് കേട്ടോ. ഇനി 4ാമത്തെ പ്രസ്താവനയിലോ, ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് തെറ്റാണ്. ഭരണഘടനയുടെ 19ാം വകുപ്പിലാണ് എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് കേട്ടോ. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് കൊടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് 2 മാത്രം എന്നാണ്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ശരിയാണ്. പിന്നെ പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയെയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിക്കുന്നത്. ശരിയാണ്. 4ാമത്തത് എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. ഓക്കെ, അപ്പൊ 2ാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് മിസ്റ്റേക്ക് ഉള്ളത്? അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 60 വയസ്സല്ല, 65 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയെ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രം ശരി എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശം പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്നുള്ളത് ശരിയാട്ടോ. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ തെറ്റ്? സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇത് എന്നാൽ എന്താ ഇതിൽ തെറ്റ്? സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് 1978 കേട്ടോ. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു കേട്ടോ. ഇന്ദിരാഗാന്ധി അല്ല, മൊറാർജി ദേശായിയുടെ കാലത്താണ് ഈ ഒരു പിന്നെന്താണ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് കേട്ടോ. അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ 51A അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? വന്ദേമാതരം INCയുടെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്? ഓപ്ഷൻ എ 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. നെക്സ്റ്റ്, അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ ബി 16ാം വകുപ്പിലാണ്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം എന്നാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. അതുപോലെ എന്താണ്? സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത്. ഈ 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ.
എന്താ തെറ്റ്? മൂന്നാമത്തെ പ്രസ്താവനയിൽ 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പ്രസ്താവന തെറ്റാണ്. എന്താണ്? 1947 ഓഗസ്റ്റ് 15-നല്ല, 1947 ജൂലൈ 22-നാണ് കേട്ടോ. 1947 ജൂലൈ 22-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ്, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ നദി. നെക്സ്റ്റ്, കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ആദ്യ വന്യജീവി സങ്കേതമാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പെരിയാർ. നെക്സ്റ്റ്, കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഓപ്ഷൻ എ മംഗളവനം. നെക്സ്റ്റ്, വീനം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വീനം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. നെക്സ്റ്റ്, കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ എ ഒക്ടോബർ 13-നാണ്. നെക്സ്റ്റ്, 48 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പള്ളിവാസൽ. നെക്സ്റ്റ്, കേരളത്തിലെ നിത്യഹരിത വനം ഓപ്ഷൻ എ സൈലന്റ് വാലി. 50-മത്തത് കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ് കേട്ടോ. 51-മത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി 1865. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക് കേട്ടോ. 53-മത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? ഓപ്ഷൻ ഡി 1936-ലെ ഇലക്ട്രിസിറ്റി സമരമാണ്. ബാക്കിയൊക്കെ എന്താണ്? മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് 1916-ൽ ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമലംഘന സമരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1932-ലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? ആര് എന്നാണ് കേട്ടോ. 1932-ലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? ഓക്കെ, 55 സി ആണ്, വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാട്ടോ. നെക്സ്റ്റ്, 1921-ൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 21-ൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ടി പ്രകാശൻ. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ്, സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശം നേടിക്കൊടുത്തു ഉള്ളതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും എന്ന പ്രഖ്യാപനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യ സ്നേഹത്തിലും സർവ്വ മത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. നെക്സ്റ്റ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? നമുക്കറിയാം, ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻ, 59-മത്തെ ക്വസ്റ്റ്യൻ, 1615-ൽ കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? ഓപ്ഷൻ സി വില്യം കീലിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 4 അതായത് എല്ലാം ശരിയുത്തരങ്ങളാണെന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? IUCN ആണ്. നെക്സ്റ്റ്, പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്?
വിറ്റാമിൻ സി നഷ്ടപ്പെടാതിരിക്കാനാണ്. നെക്സ്റ്റ്, കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ട്ടോ. ഇവിടെ ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു. നെക്സ്റ്റ്, കാൽമുട്ടുകളിലെ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിലേതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിലേതാണ്? ഏതാണ്? വിജാഗിരി സന്ധിയാണ്. നെക്സ്റ്റ്, ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി കണ്ണൂരാണ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയെന്നാണ്? ഓപ്ഷൻ ഡി കോളറ, ടൈഫോയിഡ്. നെക്സ്റ്റ്, മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. വിറ്റാമിൻ സി ഉൾപ്പെടുന്ന പഴങ്ങളാണ് ട്ടോ. നെക്സ്റ്റ്, മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കുക എന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ, ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. നെക്സ്റ്റ്, മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തവയെല്ലാം. ഏതൊക്കെയാണ്? വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പായ്ച്ചെടികൾ മാലിന്യങ്ങളും നീക്കം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. നെക്സ്റ്റ്, പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഒരു ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര് എന്നാണ് ട്ടോ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി കഴുകനാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഇവിടെ ആരാണ്? ഓപ്ഷൻ ബി ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ട്ടോ. ഏതൊക്കെയാണ്? കോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ഇതൊക്കെ ഏണസ്റ്റ് റുദർഫോർഡിനെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയെന്നാണ്? ഏതൊക്കെയാണ്? 1ഉം 3ഉം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. നെക്സ്റ്റ്, ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി പാർശ്വിക വിപര്യം. നെക്സ്റ്റ്, പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ജൂള്. നെക്സ്റ്റ്, വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഡാഷ് ആണ്. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം ഏതാണ്? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുകയാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഏതാണ്? ഉത്പതനം. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഏതാണ്? കത്തുന്ന വാതകം ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് ട്ടോ. നെക്സ്റ്റ്, പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഏതാണ്? ഐസോപ്രിൻ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 3ഉം 4ഉം. അതായത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ്, സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എത്രയാണ്? എന്താണ്? ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി ബാക്കി 20 ക്വസ്റ്റ്യൻസ് നമ്മുടെ മാത്സിന്ന് വരുന്നതാണ്. മാത്സ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. മാത്സ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.